CAA വിഷയത്തിൽ മുഖ്യമന്ത്രി പച്ചനുണ പറയുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. പൗരത്വ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ അതിശക്തമായി എതിർത്തത് കോൺഗ്രസാണ്. കേരളത്തിലെ മുഴുവൻ ലോക്സഭാംഗങ്ങളും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതാണ്. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ബാലുശ്ശേരി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി കഴിഞ്ഞതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ MK രാഘവൻ ജയിക്കാനെന്ന് VT ബൽറാം പറഞ്ഞു. ബാലുശ്ശേരി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 15 വർഷമായി ഈ നാടിന്റെ അഭിമാനമാണ് MK രാഘവനെന്നും ഇത്തവണയും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. UDFകാർ പോസ്റ്റർ അടിച്ച് അദ്ദേഹത്തെ രാഘവേട്ടനാക്കിയതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഒരു ഏട്ടൻ എന്ന നിലയിൽ, ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ, ഒരു മുതിർന്ന സഹോദരൻ എന്ന നിലയിൽ, നമുക്ക് ഏത് കാര്യത്തിനും വിശ്വസിച്ച് സമീപിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ, 24 മണിക്കൂർ എന്ന നിലയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ ജനപ്രതിനിധി അദ്ദേഹം തന്നെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ഈ കോഴിക്കോടിനെ പ്രതിനിധീകരിക്കും. CAA വിഷയത്തിൽ മുഖ്യമന്ത്രി പച്ചനുണ പറയുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ അതിശക്തമായി എതിർത്തത് കോൺഗ്രസാണ്. കേരളത്തിലെ മുഴുവൻ ലോക്സഭാംഗങ്ങളും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതാണ്. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചതെന്നും VT ബൽറാം വ്യക്തമാക്കി. അതേസമയം ഒരു ഭാഗത്ത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറയുന്ന പിണറായി, മറുഭാഗത്ത് ഇതിനെതിരെ സമരം ചെയ്യുന്നവരെ കേസിൽ കുടുക്കുകയാണെന്ന് MK രാഘവനും പറഞ്ഞു. 2 വർഷം മുമ്പ് ബില്ല് കൊണ്ടുവന്നപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ വ്യാപകമായി കേസെടുത്തു. കേരളത്തിൽ സമാധാനപരമായ സമരങ്ങളാണ് നടന്നത്. എന്നാൽ ഇതെല്ലാം അക്രമ സമരങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ വീണ്ടും കേസെടുക്കുകയാണ്. CAA നടപ്പാവാതിരിക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ താഴെയിറക്കണം. നേരിട്ടുള്ള 16 കേന്ദ്ര പദ്ധതികളാണ് കോഴിക്കോട് നടപ്പിലാക്കിയതെന്നും MK രാഘവൻ പറഞ്ഞു. ഒന്നും നടപ്പിലാക്കിയില്ലെന്ന് പറയുന്നവരോട് മറുപടി പറയാൻ താൻ ഒരുക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ പൗരത്വ നിയമ ബില്ലുമായി വന്നപ്പോൾ ആ ബില്ലിന് അതിശക്തമായി എതിർത്ത് കോൺഗ്രസ് അംഗങ്ങളാണ്. എല്ലാവരും അമെൻമെന്റ് കൊടുത്തു. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങൾ ബില്ല് വലിച്ചു കയറി ചാടി, സഭ ബഹിഷ്കരിച്ചു, വാക്കൗട്ടിന് പുറത്തുപോയി. ആ ഒരു സംഭവമൊക്കെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ആകെ ഒരാൾ മാത്രമാണ് ബില്ലിനെതിരെ ശബ്ദിച്ചത്, ആരിഫ് മാത്രമാണെന്ന് പറഞ്ഞാൽ ചിരിക്കാതെ എന്ത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി CPM തുനിഞ്ഞിറങ്ങി, അതാണ് സത്യം. കൺവെൻഷനിൽ C രാജൻ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി KC ജോസഫ്, സ്ഥാനാർത്ഥി MK രാഘവൻ, TT ഇസ്മായിൽ, അഡ്വക്കേറ്റ് PM നിയാസ്, K ബാലകൃഷ്ണൻ കിടാവ്, അഹമ്മദ് കുട്ടി ഉണ്ണികുളം, നാസർ എസ്റ്റേറ്റ് മുക്ക്, KM അഭിജിത്ത്, UV ദിനേശ് മണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.